ഇന്നത്തെ നമ്മളെ ടോപ്പിക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സൂപ്പർ താരമായിട്ടുള്ള ബ്രൂണോ ഫെർണാണ്ടസ് ഒരു കാര്യം വ്യക്തമാക്കുന്നു. അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് അതിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക് ടു SSV ടെക് ബ്ലോഗ് ചാനൽ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സൂപ്പർ താരമായിട്ടുള്ള ബ്രൂണോ ഫെർണാണ്ടസ് ഒരു കാര്യം വ്യക്തമാക്കുന്നു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നെ വിളിച്ചിട്ടും ഞാൻ ഈ ക്ലബിൽ തുടർന്നു. എന്നാൽ കുടുംബപരമായ കാരണങ്ങളാൽ മാത്രമല്ല, മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ നെഞ്ചോട് ചേർക്കുന്നത് കൊണ്ടാണ് സൗദിയിലേക്ക് പോകണ്ട എന്ന് തീരുമാനിച്ചത്. എന്നാൽ ക്ലബ്ബ് മാനേജ്മെന്റിന് ഞാൻ പോകണമെന്നായിരുന്നു ആഗ്രഹം. റൂബൻ അമേറിയും ഞാനിവിടെ തുടരണമെന്ന് ആഗ്രഹിച്ചതിനാൽ അവർക്കെന്നെ പറഞ്ഞുവിടാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. സൗദിയിലേക്ക് വരുന്നതാണ് നല്ലതെന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ ഉപദേശിച്ചെങ്കിലും യുണൈറ്റഡിനാണ് ഞാൻ മുൻഗണന കൊടുത്തത്. പക്ഷേ ക്ലബിനോടുള്ള വിശ്വാസ്യതയ്ക്ക് മുൻകാലങ്ങളെ പോലെ വിലയില്ലെന്ന് എനിക്ക് മനസ്സിലായി എന്നാണ് ബ്രൂണോ ഫെർണാണ്ടസ് വ്യക്തമാക്കുന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സൂപ്പർ താരമായിട്ടുള്ള ബ്രൂണോ ഫെർണാണ്ടസിന്റെ വാക്കുകളാണ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളെ മുന്നിലേക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത്. നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിന്റെ വാക്കുകൾ എടുത്തു നോക്കുകയാണെങ്കിലും അദ്ദേഹം അത്രമാത്രം നെഞ്ചിലേറ്റിയിരുന്നു യുണൈറ്റഡ് എന്ന് പറയുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറയുന്ന ആ ടീമിനെ. പക്ഷേ താൻ മാത്രം അതിനെ വിലപേൽപ്പിച്ചിട്ട് കാര്യമില്ല. തൻ്റെ ക്ലബ്ബ് തനിക്കെതിരെ നിന്നാൽ പിന്നെ ഒരു രക്ഷയുമില്ല എന്ന് തനിക്ക് മനസ്സിലാവുകയാണ്. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് മാത്രമല്ല, നമ്മൾ പൊതുവെ നമ്മളെ ലോകമെടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് വിലയില്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ അവിടെ നിന്നാൽ അത് നമ്മളുടെ ജീവിതം തന്നെ കോനാട്ടാകുമെന്നുള്ള ഒരു കോനാട്ട് മീൻസ് നമ്മളെ ജീവിതം നമ്മൾ തന്നെ തീർക്കുക എന്നൊക്കെ പറയില്ല, നശിപ്പിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഞാനിവിടെ അതായത് സൂപ്പർ താരമായിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നെ വിളിച്ച് നീ സൗദിയിലേക്ക് പോര്, നീ യുണൈറ്റഡിൽ നിൽക്കണ്ട, നീ സൗദിയിലേക്ക് പോര് എന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ ഈ ക്ലബിൽ നിന്നത് ഈ ക്ലബിനോട് എനിക്കുള്ള സ്നേഹം, ഈ ക്ലബിനോട് എനിക്കുള്ള ആദരവ്, ഈ ക്ലബിനോട് എനിക്കുള്ള റെസ്പെക്റ്റ് കൊണ്ട് തന്നെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ആ റെസ്പെക്റ്റ് ഒന്നും ആ ക്ലബ് മാനേജ്മെന്റിന് ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ആവാം. നമുക്കറിയാം ഇപ്പോഴത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ അവസ്ഥ ഞാൻ കൂടുതലായിട്ട് പറയേണ്ടതില്ലല്ലോ, നിങ്ങൾക്കറിയുന്ന കാര്യമല്ലേ. അപ്പോൾ അതൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. ഏതായാലും ഇതിനോടുള്ള മറുപടി നിങ്ങൾ താഴെ കമൻ്റായിട്ട് അറിയിക്കാം. ഇതുപോലത്തെ ഫുട്ബോൾ റിലേറ്റഡ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ.